രാജ്യത്തെ ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രധാനപ്പെട്ട മൊബൈൽ കമ്പനികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 20 ലക്ഷം കണക്ഷൻസുകൾ പുനഃപരിശോധിക്കാനും അത് റദ്ദ് ചെയ്യാനുമായിട്ട് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നു. റിലയൻസ് ജിയോ, എയർടെൽ, വോഡാഫോൺ, ഐഡിയ തുടങ്ങിയ കമ്പനികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെയാണ് ഈ നിർദ്ദേശം പോയിരിക്കുന്നത്. അതായത് ഈ രാജ്യത്ത് 28,000 മൊബൈൽ ഫോണുകൾ വഴി സൈബർ ക്രൈം നടന്നിട്ടുണ്ട്. ആ മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരു നമ്പറുണ്ട്, അത് വെച്ചിട്ട് അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ചില ഫോണുകളൊക്കെ. അതുകൊണ്ടാണ് 28,000 ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 20 ലക്ഷം കണക്ഷനുകളിൽ നിന്ന് സൈബർ ക്രൈം ഉൾപ്പെടെ മറ്റ് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരമുള്ള സിമ്മുകൾ നിർത്തലാക്കാൻ ഇല്ലെങ്കിൽ അവ പുനഃപരിശോധിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടും ഈ 28,000 മൊബൈൽ ഫോണുകൾ ഇപ്പോഴും രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 20 ലക്ഷത്തിൽ പരം ഈ സിം കാർഡുകളും വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 1,66,00,000 സിം കാർഡുകൾ ഇല്ലാതായി. അവ ഇത്തരത്തിലുള്ള ചെറിയ നീക്കങ്ങൾ മൂലം അവയെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു, അവയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ 28,200 ഹാൻഡ്സെറ്റുകളിൽ നിന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 20 ലക്ഷം നമ്പറുകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് കേന്ദ്രം ചക്ഷു പോർട്ടൽ തുടങ്ങിയത്. അന്നു മുതൽ ഇതുവരെ 348 മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 1,66,00,000 കണക്ഷനുകൾ ഇല്ലാതാക്കിയിട്ടുമുണ്ട്. അതായത് മൊബൈൽ വഴിയുള്ള ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിം കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ക്രൈമുകൾ, അത് ചെറുതായാലും വലുതായാലും ഒക്കെ ഉടനടി നടപടിയെടുക്കുമെന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ നടപടിക്രമങ്ങൾ മുൻപോട്ട് തന്നെ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ 3 മാസത്തിനുള്ളിൽ വന്ന പുതിയ ക്രൈമുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 20 ലക്ഷം കണക്ഷനുകൾ റദ്ദ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ചെറിയ പോസ്റ്റ്, രാജ്യവിരുദ്ധമായുള്ള ഒരു വിഘടനവാദത്തിന് വിത്തുപാകുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ക്രൈമുകൾ ചെയ്യുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.